CPIM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. CPIക്കുള്ള ആശങ്കകളും അവരുമായുള്ള വിയോജിപ്പുകളും അത്തരത്തിലുള്ള പരാതികൾ എന്തെങ്കിലും തരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതാണ്. കാരണം എന്ത് പദ്ധതി ആയാലും എന്ത് കാര്യമായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് ഒരു മുന്നണി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇടയിൽ ചർച്ചകളുണ്ടാവും, വിയോജിപ്പുകളുണ്ടാവും, പരാതികളുണ്ടാവും. അതെല്ലാം ചർച്ച ചെയ്ത് തന്നെയാണ് കാലാകാലങ്ങളായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും അതുണ്ടാകും. ആ രീതിയിൽ തന്നെയാണ് LDF മുന്നോട്ട് പോകുക. അത്തരത്തിൽ CPIക്കായാലും ഘടകകക്ഷികൾ ഏതായാലും ആർക്കായാലും ഉണ്ടാകുന്ന സംശയങ്ങളും വിയോജിപ്പുകളും പരാതികളും ഒക്കെ ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കും. ആരുടെയും ഒരു ചർച്ചയും പരാതിയും ചെവിക്കൊള്ളാതിരിക്കില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് MV ഗോവിന്ദൻ മാസ്റ്റർ. PM ശ്രീ ഉൾപ്പെടെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് ജനങ്ങളുടെ പൈസയാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തിന് അർഹതപ്പെട്ട ഈ ഫണ്ട് ലഭിക്കണമെന്നതാണ് നിലപാട്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 8000 കോടി രൂപ പല നിബന്ധനകളും വെച്ച് കേന്ദ്രം തരാതിരിക്കുന്നു. കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ PM ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്റ്റിൻ്റെതായാലും ആ പണം കേരളത്തിന് ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല. നമുക്ക് തരേണ്ടുന്ന ഒരു 8000-ഓളം കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെൻറ് തരാൻ പല നിബന്ധനകളും പറഞ്ഞിട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടും തരാതിരിക്കുന്നു. നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട പണം തരിക തന്നെ വേണം. ഇക്കാര്യത്തിൽ LDFൽ തർക്കമില്ല. CPI ഉയർത്തിയ പ്രശ്നം പ്രധാന വിഷയമായി കണ്ട് ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിലെ നിബന്ധനകൾ കേരളത്തിന്റെ നിലപാടുകളോട് യോജിക്കുന്നതല്ല. സംഘപരിവാർ പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. ഈ PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിബന്ധന വെച്ച് ഗവൺമെൻറ്റിനോട് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമൂഹത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വലിയേട്ട നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല. പദ്ധതിയിലെ കോൺഗ്രസ് വാദങ്ങൾക്കെതിരെയും MV ഗോവിന്ദൻ മാസ്റ്റർ രംഗത്തെത്തി. രാജ്യത്താദ്യമായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ സർക്കാരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ ആദ്യമായിട്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ഗവൺമെൻറ് കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ രാജസ്ഥാൻ ഗവൺമെൻറ്. കർണാടകത്തിൽ ഇപ്പോൾ അവരെ ഭരിക്കുന്നുണ്ട്, അവിടെയുണ്ട്, തെലങ്കാനയിലുണ്ട്. അവിടെയെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്, അവിടെയെല്ലാം നടപ്പിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അടിക്കാൻ ഒരു വടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ്. കേരളത്തിനുമേൽ സാമ്പത്തിക ഉപരോധമാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്നത്. ഇതിനെതിരെയാണ് CPIM-ഉം CPI-യും നിലപാടെടുക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.